ബ്രിട്ടന്റെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലത്തെ ഏറ്റവും വലിയ മാറ്റത്തിന് ബ്രിട്ടീഷ് പാർലമെന്റ് അനുവാദം നൽകി. സ്ത്രീകൾ സ്വന്തം ഗർഭം അലസിപ്പിക്കുന്നത് കുറ്റമല്ലാതാക്കിക്കൊണ്ടുള്ള നിയമ ഭേദഗതിക്കാണ് പാർലമെന്റ് അനുമതി നൽകിയത്. ഏതൊരു കാരണത്താലും പ്രസവിക്കുന്നത് വരെയുള്ള ഗർഭധാരണത്തിന്റെ ഏത് സമയഘട്ടത്തിലും ഗർഭഛിദ്രം നിയമവിധേയമാക്കിക്കൊണ്ടുള്ള നിയമം ഇന്നലെ ജനപ്രതിനിധി സഭയിൽ 137-ന് എതിരെ 379 വോട്ടുകൾക്കാണ് ജനപ്രതിനിധി സഭ പാസാക്കിയത്. ബിൽ മുന്നോട്ട് വച്ച ലേബർ MP ടോണിയ അന്റോയാസി പറഞ്ഞത്, സ്വന്തം ഗർഭത്തിനുമേൽ എടുക്കുന്ന നടപടികൾക്ക് ഇനി മുതൽ ഒരു സ്ത്രീക്കും അന്വേഷണമോ അറസ്റ്റോ പ്രോസിക്യൂഷൻ നടപടികളോ തടവോ അനുഭവിക്കേണ്ടി വരില്ല എന്നാണ്. ഇംഗ്ലണ്ടിലും വെയിൽസിലും നിലവിലുള്ള വിക്ടോറിയൻ കാലത്തെ ഗർഭഛിദ്ര നിയമം നിസ്സഹായരായ സ്ത്രീകൾക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണെന്നും അവർ പറഞ്ഞു. ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് താൻ അവതരിപ്പിച്ച ഭേദഗതിയെന്നും അവർ പറഞ്ഞു. സ്ത്രീകളുടെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ 1967-ലെ ഗർഭഛിദ്ര നിയമത്തിന് ശേഷം വരുന്ന ഏറ്റവും സുപ്രധാനമായ ഭേദഗതിയാണിത്. 1861-ലെ ഒഫൻസസ് എഗനിസ്റ്റ് പേഴ്സൺ ആക്ടിന് പകരമായിട്ടാകും പുതിയ നിയമം നിലവിൽ വരിക. അതായത് 1861-ലെ നിയമം ഇനി സ്വന്തം ഗർഭം അലസിപ്പിക്കുന്ന സ്ത്രീകൾക്ക് ബാധകമാവില്ല എന്നർത്ഥം. നിസ്സഹായരായ സ്ത്രീകൾക്ക് ഗർഭഛിദ്രത്തിന് ഇനി അവസരം നൽകുമെന്ന് ചൂണ്ടിക്കാണിച്ച് MPമാരും പ്രോ ചോയ്സ് ആക്ടിവിസ്റ്റുകളും ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതേസമയം ഗർഭഛിദ്രത്തിനെതിരെ പ്രചരണം നടത്തുന്നവരും ബില്ലിനെ എതിർത്ത MPമാരും ചൂണ്ടിക്കാണിക്കുന്നത്, ജനിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് വരെ ഒരു ജീവിതം അവസാനിപ്പിക്കാനുള്ള അവകാശമാണ് ഇത് സ്ത്രീകൾക്ക് നൽകുന്നത് എന്നാണ്. അതിൽ അവർ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. പുതിയ നിയമം അനുസരിച്ച് നിലവിലെ 24 ആഴ്ച പരിധി കഴിഞ്ഞും മെഡിക്കൽ അനുമതി ഇല്ലാതെയും സ്ത്രീകൾക്ക് ഗർഭഛിദ്രം നടത്താൻ കഴിയും. എന്നാൽ നിയമപരിധിക്ക് അപ്പുറം ഗർഭഛിദ്രം നടത്തുന്ന ഡോക്ടർമാർക്കും സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭഛിദ്രം നടത്തുന്ന പങ്കാളികൾക്കും നിയമം ശിക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. അതേസമയം കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ കൂടിയായ കൺസർവേറ്റീവ് MP ഡോക്ടർ കാരോലിൻ ജോൺസൺ കൊണ്ടുവന്ന ഭേദഗതി പാർലമെന്റ് തള്ളിക്കളഞ്ഞു. കോവിഡ് കാലത്ത് ആരംഭിച്ച പീൽസ് ബൈ പോസ്റ്റ് പദ്ധതിയിലൂടെ വീടുകളിൽ ഗർഭഛിദ്രം നടത്തുന്നവർ അതിന് മുൻപായി ഡോക്ടർമാരുമായി കൺസൾട്ടേഷൻ നടത്തണം എന്ന ഭേദഗതിയായിരുന്നു അവർ കൊണ്ടുവന്നത്. 379 MPമാരാണ് ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. സമാനമായ രീതിയിൽ ലേബർ MP സ്റ്റെല്ല ക്രീസിയും 1861-ലെ നിയമത്തിന് ഒരു ഭേദഗതി കൊണ്ടുവന്നിരുന്നു. ഗർഭഛിദ്രം മനുഷ്യാവകാശമാക്കണം എന്നതായിരുന്നു അത്. അങ്ങനെയായാൽ ഭാവിയിൽ ഒരിക്കലും പാർലമെന്റിന് ഗർഭഛിദ്രം നിയമവിരുദ്ധമാക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അന്റോണിയാസിയുടെ ബില്ല് മാത്രം അവതരിപ്പിക്കാനാണ് ജനപ്രതിനിധി സഭ സ്പീക്കർ സർ ലിൻഡ്സെ അനുവാദം നൽകിയത്. അന്റോണിയാസിലൂടെ ബില്ലിനെ 170 MPമാർ പിന്തുണച്ചിരുന്നപ്പോൾ ക്രീസിയുടെ ബില്ലിന് 110 MPമാരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചിരുന്നത്.